പാവമാണ് മിസ്കീൻ. ഒരു പക്ഷേ മിസ്കീനെ അവരെ ഡ്രസ്സ് നോക്കിയിട്ടോ കുപ്പായം നോക്കിയിട്ടോ വീട് നോക്കിയിട്ടോ കണ്ടെത്താൻ കഴിയില്ല. അവരെ കഥകൾ വളരെയധികം കടിച്ച് പുറത്തൊന്നും പറയാതെ സഹിച്ച് വിഷമങ്ങൾ ഒതുക്കി മാനം കാത്തു സൂക്ഷിച്ചുകൊണ്ട് പുറത്തവരെങ്ങനെ നടക്കുക. കാര്യം അന്വേഷിച്ച് നോക്കിയാൽ വളരെയധികം പരിതാപകരമാണ്. ഒരാള് ആ കുടുംബത്തിൽ ജോലിക്ക് പോകുന്നുണ്ടെങ്കിലും ജോലിക്ക് പോകുന്നതിനേക്കാൾ കൂടുതൽ ചെലവ് അവർക്ക് വരുന്നു. രോഗഗ്രസ്തരായ ആളുകൾ അവിടെ അധികരിച്ചതുകൊണ്ട് ജീവിതം പതുക്കെങ്ങനെ തട്ടിയൊപ്പിച്ച് മുന്നോട്ട് നീങ്ങാൻ. നമ്മൾ സന്തോഷിക്കുന്ന ഘട്ടങ്ങളിലൊന്നും അവർക്ക് ആ സന്തോഷങ്ങളൊന്നുമില്ല. എന്നാൽ എല്ലാവരും ചിരിച്ചാലും ഒരു ചിരി ചിരിക്കും. എല്ലാവരുടെ കൂട്ടത്തിലും നല്ല കുപ്പായവും തുണിയൊക്കെ ഇട്ട് അവർ നടക്കും. പക്ഷെ ഉള്ളു മുഴുവനും നീറിപ്പുകയുന്ന പ്രശ്നങ്ങളാണ്. ആരോടും അവരത് പറയൂല. കാരണം അവരെ മാനം പോകരുത് എന്ന് വിചാരിച്ചുകൊണ്ട് അവരെ കണ്ടറിഞ്ഞ് സ്നേഹിക്കാനും സഹായിക്കാനും കഴിയണം. സമൂഹത്തിൽ അങ്ങനെ അല്ല എന്ന് പറയാൻ പറ്റൂല. ഇഷ്ടം പോലെ ഉണ്ട്. ഒരുപക്ഷെ നമ്മളവരെ വീട് കണ്ടാല് ഈ വീട്ടിൽ താമസിക്കുന്ന ആളോ ചോദിക്കും. ഉള്ളു കയറിയാൽ വളരെയധികം പുകയാണ്. പുറത്തവര് ജുമാക്ക് വരുമ്പോ ജമാഅത്തിന് വരുമ്പോ നമ്മെപ്പോലെ കല്യാണത്തിലേക്ക് വരുമ്പോ ഉള്ള ഒരു വസ്ത്രം മിനുക്കി അതൊന്ന് തേച്ച് റെഡിയാക്കിയവര് വരികയാണ്. നമ്മുടെ കാഴ്ചയിൽ നമ്മുടെ ദൃഷ്ടിയിൽ അവര് സത്യത്തിൽ ഉള്ളവരാണ്. പക്ഷേ അവരില്ലാത്തവരാണ്. ആരോടും അവരുടെ പരാധീനത അവർ പറയൂല. അവർക്കുള്ള ആ ക്ഷമ നമ്മൾ അനുഭവിച്ചറിയണമെങ്കിൽ നമ്മൾ അവരോട് അടുത്താൽ അറിയും. നമ്മുടെ വീട്ടിലൊക്കെ ആഴ്ചയിൽ 2-3 തവണ മത്സ്യം വാങ്ങുമ്പോ മാംസം വാങ്ങുമ്പോ അവരെ വീട്ടിൽ ആഴ്ചയിൽ ഒരൊറ്റ തവണ മാത്രമേ മത്സ്യം വാങ്ങുന്നുള്ളൂ. മാംസം അവർ വാങ്ങൂല. പച്ചക്കറികളെ കൊണ്ട് ഇലക്കറികളെ കൊണ്ട് മാത്രം തട്ടിയൊപ്പിച്ച് മുന്നോട്ട് അങ്ങനെ പോവുക. കഴിയൂല. കഴിയാത്തത് കൊണ്ടാണ്. അപ്പൊ ഈ ഭാരിച്ച ചെലവിന്റെ ഇടയിൽ പരിങ്ങി ജീവിക്കുന്ന, കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആ മിസ്കീന്മാരെ കണ്ടറിയണം. ദാരിദ്ര്യമുണ്ടാകുന്ന 18 ആളുകളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് വാപ്പാക്കുമ്മാക്കും ദ്വാരക്കാത്ത ആളുകൾ. അവർക്ക് ദാരിദ്ര്യമുണ്ടാകും. വാപ്പയുടെയും ഉമ്മയുടെയും പേര് വിളിക്കുന്ന ആളുകൾ അവർക്ക് ദാരിദ്ര്യമുണ്ടാകും. വാപ്പയുടെയും ഉമ്മയുടെയും മുമ്പിൽ നടക്കുന്ന ആളുകൾ അവർക്കും ദാരിദ്ര്യമുണ്ടാകും. വീടിൽ നിന്ന് ഐശ്വര്യം നഷ്ടപ്പെട്ടു പോകാൻ നമ്മളെ പെണ്ണുങ്ങൾക്കൊരു പണിയുണ്ട്. ചിലന്തി വലകൾ തട്ടാത്ത വീടുകളാണെങ്കിൽ ആ വീട്ടിൽ ദാരിദ്ര്യമുണ്ടാവും. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി ഭക്ഷണം കഴിച്ച പ്ലേറ്റുകൾ കിടന്നുറങ്ങുന്ന വീടുകൾ, ആ വീട്ടിൽ ദാരിദ്ര്യമുണ്ടാവും. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി സ്ഥിരമായി ചൂലെടുത്ത് അടിച്ചു വരുന്ന വീടുകളിൽ ദാരിദ്ര്യമുണ്ടാവും. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം